നമസ്കാരം. നക്ഷത്രബലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 4-ാം തീയതി അത്തം നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. തൊഴിൽ രംഗത്തൊന്നും പ്രശ്നമില്ലാതെ സമാധാനം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യ ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. യാത്രകൾക്ക് മുടക്കം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ യാത്ര മാറ്റിവെക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആ കാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ആലോചനകളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം, മര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും. ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അനുവദിച്ചു തരാനൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. എന്നാൽ പങ്കാളിയിൽ നിന്ന് ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ സുഹൃത്തുക്കളുമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളോ അവരുമായിട്ട് കലഹിക്കേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മിഥുനരാശി മകയിര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പല നേട്ടങ്ങളും ഉണ്ടാവുന്നതാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ദിവസമാണ്. പുതിയ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ വാഹനത്തിനും സാധ്യതയുള്ള ഒരു കാലമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് അല്ലെങ്കിൽ 2 വീലർ മാറ്റി 4 വീലർ ആക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ബാങ്ക് വായ്പകളൊക്കെ അനുവദിച്ച് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രക്തസംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ, BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും. പ്രഷർ വേരിയേഷൻ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചികിത്സയൊക്കെ തേടേണ്ടി വരാനും അല്ലെങ്കിൽ ചിലപ്പോൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ആ കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരാനും സാധ്യത കാണുന്നുണ്ട്. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പഠന കാര്യങ്ങളിലെല്ലാം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. യാത്രകൾ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. നേരത്തെ നടത്തിയ യാത്രകളിലെല്ലാം ഗുണം ഇപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സഹോദര സഹായം ലഭിക്കാനും ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും. എന്നാൽ പല കാര്യങ്ങൾക്കും അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയിൽ നിന്ന് ചില എതിർപ്പുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പാർട്ണർഷിപ്പ് ബിസിനസ്സിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കളിൽ നിന്ന് ചില നേട്ടങ്ങൾ, അവിചാരിതമായിട്ടുള്ള നേട്ടങ്ങൾ, അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബിസിനസ്സിന് വേണ്ടിയിട്ട് കൂടുതൽ പണം മുടക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ചെറിയ ചെറിയ യാത്രകൾ, ഔദ്യോഗിക യാത്രകൾ തന്നെ ആവശ്യമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാനും യോഗമുള്ളൊരു സമയമാണ്. അതേസമയം ദൈവാധീനമുള്ള കാലമായതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളൊക്കെ പിടിപെടാൻ, സ്കിൻ ഡിസീസൊക്കെ പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. ദൈവാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദരനെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. വീട് മാറി താമസിക്കേണ്ടി വരാനോ അല്ലെങ്കിൽ ദൂരെ യാത്രകൾ ചെയ്യേണ്ടി വരാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ദീർഘകാലമായിട്ട് കാത്തിരുന്ന സന്തോഷ വാർത്തകളെല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ആദായമെല്ലാം വർദ്ധിക്കാൻ യോഗം കാണുന്നുണ്ട്. നിയമപ്രശ്നങ്ങളെല്ലാം അനുകൂലമായിട്ട് മാറുന്നതാണ്. കോടതി കാര്യങ്ങളെല്ലാം കാത്തിരുന്ന പോലെയുള്ള തീരുമാനം കോടതിയിൽ നിന്നുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിലവിലെ ജോലി മാറി പുതിയ ജോലിക്ക് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ നിയമന ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും അവിചാരിതമായ നേട്ടങ്ങൾ കൈവരിക്കാനും തൊഴിൽ രംഗത്തെല്ലാം ഇന്നത്തെ ദിവസം സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. മകരരാശി ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടവര ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവുന്നതാണ്. ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊക്കെ ഇന്ന് മുതിർന്നു കഴിഞ്ഞാൽ അതെല്ലാം നേട്ടമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസരാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരീക്ഷയിലും മറ്റും പ്രതീക്ഷിച്ചാലും കുറവ് മാർക്ക് ചിലപ്പോൾ ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം പഠനകാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകളിലും കബളിപ്പിക്കപ്പെടാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം കരാറുകളിലും മറ്റും ഒപ്പുവെക്കുന്നത് വളരെ കരുതലോടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുംഭൻ രാശി അവിട്ടവര, ചതയം, പൂറ്റാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളും ഉണ്ടാവാം. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനും നോക്കേണ്ട ഒരു സമയമാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ഗസ്റ്റ് വരെ അല്ലെങ്കിൽ മഴ പെയ്യുകയും ചെയ്തിട്ട് ആ കാര്യം വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കും. വൈകുന്നേരവും മറ്റു പല തടസ്സങ്ങളും വന്നത് മുടങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. മീനരാശി പൂറ്റാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന സന്തോഷ വാർത്തകൾ പോലും എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ പ്രണയബന്ധങ്ങളെല്ലാം ഉടലെടുക്കാനും പ്രണയത്തിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. കമിതാക്കൾക്ക് അവരുടെ വിവാഹകാര്യത്തിൽ ബന്ധുക്കളുടെ ആശീർവാദത്തോടെ തീരുമാനമുണ്ടാവാനും യോഗമുള്ളൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.